അപ്പോൾ ഈ ഡിസംബറിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മാസം ഒരുപാട് സാമ്പത്തിക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാലണ്ടറിൽ മാർക്ക് ചെയ്യേണ്ട ചില പ്രധാന തീയതികളുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമല്ലേ? RBI മീറ്റിംഗ് ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാർക്കറ്റിലെ ഏറ്റവും വലിയ ആഭ്യന്തര ട്രിഗർ അതാണ്. പലിശ നിരക്കിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് RBIയുടെ കമന്ററിക്കാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. RBIയുടെ ഈ നിലപാട് ഓരോ സെക്ടറിനെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി നമ്മുടെ മാർക്കറ്റിനു പുറത്ത്, അതായത് ആഗോളതലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഡിസംബർ പകുതിയോടെ നടക്കുന്ന US ഫെഡ് മീറ്റിംഗ് ആണ്. അത് വളരെ നിർണായകമാണ്. അപ്പോ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുമോ എന്ന സൂചനയാണ് പ്രധാനം. അത് നമ്മുടെ IT സെക്ടറിനൊരു ബൂസ്റ്റ് നൽകിയേക്കാം. ഇനി മറ്റൊരു പ്രധാന ആഗോള ഘടകം, അതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് FIIs. വർഷാവസാനമായതുകൊണ്ട് FIIs ലാഭമെടുക്കാൻ സാധ്യതയുണ്ട്. ഇത് മാർക്കറ്റിൽ ചെറിയ ഇടിവുണ്ടാക്കിയേക്കാം. അതുപോലെ രൂപയുടെ മൂല്യവും വളരെ പ്രധാനമാണ്. ഓരോ ചലനവും ചില സെക്ടറുകൾക്ക് ഗുണവും ചിലതിന് ദോഷവുമാണ്. ഈ ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം. ഈ സെഗ്മെന്റുകൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഒരുപാട് IPOകൾ വരുന്നുണ്ട്. ഇത് മാർക്കറ്റിലെ പണലഭ്യതയെ ചെറുതായി ബാധിച്ചേക്കാം. അപ്പോ ഇത്രയും കാര്യങ്ങൾ വെച്ച് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങളുടെ ഗെയിം പ്ലാൻ എന്തായിരിക്കണം? ഈ ചാഞ്ചാട്ടം ചില നല്ല അവസരങ്ങളും തരുന്നുണ്ട്. എല്ലാത്തിനുമുപരി നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ കൃത്യമായിരിക്കണം. ഇതൊരു ചെറിയ ചെക്ക് ലിസ്റ്റാണ്.